ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായി തിരുമ്മി വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കുന്നത് മസാലകൾ ചെമ്മീനിൽ പിടിക്കാൻ സഹായിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ മസാല തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളുടെ ചെമ്മീനൊക്കെ ഓരോന്നായി നമ്മളിതിലേക്ക് പറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചെമ്മീനൊക്കെ ഒരുപാട് നേരം ഇരുന്ന് വെന്തിട്ടുണ്ടെങ്കിൽ ഒരുതരം റബ്ബർ പോലെ ആവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു 2 മിനിറ്റ് നേരം മാത്രമേ ഇത് വേവിച്ചെടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മളിതെല്ലാം ചെമ്മീനും കൂടെ ഇടുന്നത് കൊണ്ട് തന്നെ അത് നമ്മളുടെ ചെമ്മീൻ കുറച്ച് വെള്ളം കൂടെ ഇറങ്ങിയിട്ടാണ് വെന്ത് വരുന്നത് കേട്ടോ. ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഫ്രൈ ആയി വരത്തില്ല, ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും, അതിൽ കിടന്നിട്ട് ഇന്ന് വെന്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കുറച്ച് തക്കാളി, കറിവേപ്പില, ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ എരിവിന് കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള ഒരു റോസ്റ്റാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് ഒരു പാക്കറ്റ് 10 രൂപയുടെ ചിക്കൻ മസാല പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ മസാല പൗഡറും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ഈ ചെമ്മീൻ റോസ്റ്റിന് വരുന്നത്. അപ്പോൾ നമ്മളുടെ വെന്തിരിക്കുന്ന ചെമ്മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ പാൻ തന്നെ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ചെറുതായി അരിഞ്ഞ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഒന്നിച്ച് ചതച്ച് വെച്ചായിരുന്നു. നമ്മൾ കടുക് പൊട്ടിച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടുതലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് ഒന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി വെന്ത് വരാൻ 2 മിനിറ്റ് ശേഷം മൂടി വന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീനിലൊക്കെ ഉപ്പ് പറ്റിയതുകൊണ്ട് നമ്മൾ ഈ സവാളയ്ക്കൊക്കെ ആവശ്യമായ ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു പാക്കറ്റ് 10 രൂപയുടെ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല കുഴമ്പ് പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരട്ടെ. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വേറെ പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ചിക്കൻ മസാല പൗഡറിൻ്റെ ആ ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ നന്നായിട്ട് നമ്മുടെ ചെമ്മീൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് ചാറ് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെമ്മീൻ എടുത്ത് വെച്ച പാത്രത്തിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം നമ്മൾ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.